എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. നിൽക്കുന്നതോ ക്രൂശിൽ ചാരി, എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. നിൽക്കുന്നതോ ക്രൂശിൽ ചാരി, എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. In the name of the God be glorified today morning time. ഈ സഭയെ നയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ബഹുമാനീയ ദേവദാസൻ ടിങ്കു പാസ്റ്റർ കുടുംബം, അദ്ദേഹത്തോടൊപ്പം ദൈവരാജ്യ വ്യാപനത്തിൽ അധ്വാനിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുക. I greet you all in the name of our Lord and Savior Jesus Christ, especially Pastor Tinku, who has been appointed to lead this church, and all the elders. I once again greet you all. ഒരിക്കൽ കൂടെ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ തിരുവചനവുമായിട്ടായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Thank God for this opportunity that I am able to stand in midst of you with the word once again. കർത്താവ് പറഞ്ഞതുപോലെ നാം ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്ന വളരെ ഭയത്തോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ ദിവസത്തിലായിരിക്കാം. And as man of God already called out, now we are going to hear from the word. We need to be in attitude of reverence. വിശുദ്ധ വേദപുസ്തകം അറിവിനേക്കാൾ അനുഭവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുസ്തകമാണ്. And this book gives more importance to your experience more than your knowledge which you have. ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പുതിയ അറിവ് ലഭിച്ചു എന്ന ലെവലിലേക്ക് പോകാതെ അതൊരു അനുഭവമാക്കി മാറ്റണമെന്നാണ് ദൈവവചനം പറയുന്നത്. And from ministry of word, what you should expect is not more knowledge but an experience or an encounter with God. ദൈവവചനം ചില കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. And the word of God demands some things from us. ഒന്ന്, ദൈവവചനം നമ്മൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരായി മാറണം. And first is we should receive this word by faith. കാരണം ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി ഇത് വ്യാപരിക്കുന്ന വചനമാണ്. Oh, this is a power, this is a word which will show his power for those who receive it and those who receive it by faith. നീ എന്ത് ആഗ്രഹത്തോടെയാണ് ദൈവവചനം കേൾക്കുവാൻ കടന്നു വന്നിരിക്കുന്നത്, ആ ആഗ്രഹ നിവൃത്തിയിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം ദൈവവചനം വ്യാപരിക്കും. And with what desire you have come to with what desire you have come in the presence of God, this word of God will lead you to the fulfillment of the desire. പൗലോസ് തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പറയുന്നത് 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച ദൈവത്തിന്റെ വചനം സാക്ഷാൽ മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ നിങ്ങൾ സ്വീകരിച്ച് കൈക്കൊണ്ടത് ഏറ്റെടുത്തത് കൊണ്ട് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ആ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കും. And Paul tells to the church in Thessalonica, you receive this word not as a word of man but a word of God. That's why this word is going to do its work in midst of you. എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ വചനം വ്യാപരിക്കുന്ന വചനമാണെന്ന്. Oh, so that means this word of God works and works in midst of you. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കുന്ന വചനമാണ്. And for those who believe, this word is going to act for you. ഏറ്റെടുക്കുന്നവർക്ക് ഇത് ഒരു അത്ഭുതമാക്കി മാറ്റുന്ന വചനമാണ്. For those who receive, this is going to do wonders in your life. അതുകൊണ്ട് ദൈവവചനത്തെ വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. That's why we have to receive the word of God by faith. ഇത് എന്നോടുള്ള ദൈവശബ്ദമാണ്, എന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്, എന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ, അതിന്റെ ആവേശത്തോടെ, അതിന്റെ പ്രതികരണത്തോടുകൂടെ ദൈവവചനം ഏറ്റെടുക്കാൻ തയ്യാറാകണം. We have to receive it that it's a voice of God, it's a counsel of God, it's a word of God directly to me. പത്രോസ് കൊർന്നല്യോസിന്റെ ആ ഭവനത്തിൽ ഒരു ശുശ്രൂഷ ചെയ്ത ശേഷം പിന്നീട് ഒരിടത്ത് പറയുന്നത് എങ്ങനെയാണ്, അവർ വചനത്തെ മഹത്വപ്പെടുത്തി എന്നാണ്. And we see after Peter had his ministry in the house of Cornelius, we see Peter making a statement later, they praise the word of God. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ പ്രസംഗിക്കുന്ന ആരെന്നുള്ള വിഷയമല്ല, അവരുടെ വെളിപ്പെടുന്ന വചനത്തെ നീ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. As man of God said earlier, it does not matter who is preaching but the word which is being spoken, you have to glorify that. ആ വചനത്തോട് നീ പ്രതികരിച്ചുകൊണ്ടിരിക്കണം. And you have to continue to react to that word. അത് ദൈവമാണ് പറയുന്നത് ബോധ്യം വന്നുണ്ടെങ്കിൽ, അത് എനിക്ക് വേണ്ടിയുള്ള വചനമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ആ വചനം നീ ഏറ്റെടുത്ത് നിന്റെ വാഗൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. And if you have that realization that it is a word from God, God is speaking to me, you have to receive it by faith. ദൈവം പറയുന്ന വചനത്തെ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നവന് വേണ്ടി ഏറ്റുപറയുന്ന വചനത്തെ നിവർത്തിക്കുവാൻ, അതിലൂടെ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുവാൻ ദൈവം ഒരു ദിവസം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. And those who receive this word by faith, this God is going to come and act in your life through that word. നോഹയോട് ദൈവം പറഞ്ഞു, നീ ഇന്ന കാര്യം ഏറ്റുപറയണം. And to Noah God said, you have to speak this word. നോഹ അത് വിളിച്ചു പറയാൻ തുടങ്ങി. And Noah started proclaiming that. ആരും വിശ്വസിച്ചില്ല, പക്ഷേ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. And no one believed, but yet he kept on saying. കാരണം അവനൊരു കാര്യം പറഞ്ഞത് പറയിപ്പിച്ചത് ദൈവമാണ്. Because Noah knew it is God who told him to say. ഞാൻ പറയുന്നത് മനുഷ്യന്റെ വാക്കല്ല, ഞാൻ പറയുന്നത് ദൈവത്തിന്റെ വാക്കാണ്. And Noah knew it is not the word of man, it is the word of God which I am speaking. അത് അവൻ വീട്ടിൽ പറയാൻ തുടങ്ങി. He started speaking in his own home. അവനത് ദേശത്ത് പറയാൻ തുടങ്ങി. He started speaking in the city there. കാലങ്ങൾ അവനത് വിളിച്ചു പറയാൻ
തുടങ്ങി. And he started speaking it out ദൈവം loud. ഇതിനെ ആവർത്തിച്ച് പറയണമെങ്കിൽ അത് ദൈവം പറഞ്ഞാണെന്നുള്ള ബോധ്യമുണ്ടാകണം. And if one man has to continue to say the same thing, he should have that firm realization it's from ആര് God. സ്വീകരിച്ചോ ഇല്ല എന്നുള്ളത് വിഷയമല്ല. ദൈവം പറഞ്ഞു നീ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. And it does not matter who receives it or not, but you should continue to speak. കാലങ്ങൾ അവനത് പറഞ്ഞുകൊണ്ടേയിരുന്നു. And he kept on saying that for time. ആരും വിശ്വസിച്ചതുമില്ല. Oh, no one believed. എന്നാൽ ഒരു ദിവസം അവൻ പറഞ്ഞതിനെ ഉറപ്പിക്കുവാൻ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. Oh, but to prove what he said was right, God came down and did things which was what he was speaking. എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതലെ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം നീ എന്നോട് പറഞ്ഞിരിക്കുന്നത് ദൈവം നിന്നോടാണ് പറഞ്ഞത് ബോധ്യമുണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞാൽ ദൈവം ഒരു ദിവസം അത് പറഞ്ഞതിനെ നിവർത്തിക്കാൻ ദൈവം ഇറങ്ങി വന്ന് But dear പ്രവർത്തിക്കും. children of God, it does not matter who is listening or not, but if you continue to speak, one day God is going to do that, and one day God is going to prove that. ഒരിക്കൽ കൂടെ ദൈവസഭയോട് ഞാൻ പറയട്ടെ, ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ളത് നീ ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും നീ അത് ആവർത്തിച്ചേറ്റു പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ പറഞ്ഞതിനെ ഉറപ്പിക്കുവാൻ ദൈവം ഒരു ദിവസം ഇറങ്ങി വന്ന് നിന്റെ മുമ്പിൽ പ്രവർത്തിക്കും. Once again, let me repeat whatever God has told you. If you continue to speak, no matter who listens or not, one day God is going to come down and prove it all right or all wrong. ദൈവത്തിലെ വിശ്വാസത്തോടെ ആര് ദൈവവചനത്തിന്റെ അടുക്കലേക്ക് വന്നാൽ അവരോട് ദൈവം ചിലത് സംസാരിക്കും. And anyone who comes by faith to this word of God, God will speak to them. ദൈവവചനം പറയാണ് നീ ഭയപ്പെടേണ്ട. And the word of God says, don't be afraid. ദൈവവചനം പറയാണ് നീ ധൈര്യമായിരിക്കെ. And the word of God said, be courageous. നീ വന്ന ദൈവവചനത്തിന്റെ അടുക്കലാണെങ്കിൽ ദൈവവചനം പറഞ്ഞു സമാധാനത്തോടെ പോയിക്കൊള്ളുക. Oh, if you have come to the word of God says, you go in peace. നീ വിശ്വാസത്തോടെ ഇരിക്കണം. And you have to live by faith. നീ ഉണർന്നിരിക്കണം. And you have to be always awake and നീ ധൈര്യത്തോടെ ഇരിക്കണം. you have to be courageous. നീ പ്രത്യാശയോടെ ഇരിക്കണം. And you have to be full of hope. സന്തോഷത്തോടെ ഇരിക്കണം. And you have to be full of joy. ഇതാണ് ദൈവവചനം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. And this is the desire of word of God from you. ഇത് കേൾക്കുന്നവരെല്ലാം ഭയം മാറിയും സന്തോഷത്തോടെ ആയിരിക്കണം. And all those who hear this word, they should be without fear in the presence of God. സന്തോഷമുണ്ട്. And how many of you are glad today? 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. And there was a man who for 38 years he was near the side of a pool. 38 വർഷമായിട്ട് അവൻ അവിടെ കിടക്കുകയാണ്. And he was there for the pool for nearly 38 years. അവന്റെ അടുക്കലേക്ക് യേശു കർത്താവ് കടന്നു ചെന്നു. And Jesus comes near to that man. അവന്റെ അടുക്കൽ ചെന്നിട്ട് പുസ്തകം പറയുന്നത് അവനെ കണ്ടു എന്നാണ്. And the book says Jesus looked at him. ഏറിയ കാലമായി അവിടെ കിടക്കുന്നു എന്ന് അവൻ അറിഞ്ഞു എന്നാണ് പുസ്തകം പറയുന്നത്. And the word says like Jesus realized he's there for a long time. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ വാക്യം കേൾക്കുമ്പോൾ. And when I read that, I feel so much full of joy. ദൈവത്തിന്റെ പൈതലേ നിന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്. Oh, there's a God who sees you. നിന്റെ അവസ്ഥകൾ അറിയുന്ന ഒരു കർത്താവുണ്ട്. Oh, God knows your situation. ആരെങ്കിലും പറഞ്ഞു കൊടുത്തതുകൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് അറിഞ്ഞതല്ല അത്. And no, it's not like someone came and told God about you. ശിഷ്യന്മാർ യേശുവിനെ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തതല്ല. And disciples did not bring Jesus and told them about the situation of the man. പറയാതെ യേശു കർത്താവ് യെരൂശലേമിലേക്ക് വന്നപ്പോൾ അവൻ ബെഥസ്ദ കുളക്കടവിലേക്ക് പോകുകയാണ്. And without even no one telling Jesus came to Jerusalem near the pool of Bethesda. Jesus saw that man. 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവന്റെ അരികിലേക്ക് യേശു കർത്താവ് ചെല്ലുകയാണ്. And Jesus goes near to that man who was there for 38 years. പുസ്തകം പറയുന്നു അവനെ കണ്ടു എന്നാ പറയുന്നത്. And the word of God tells us that Jesus saw that man. അടുത്ത വാക്ക് ഏറിയ കാലമായി അവനോട് കിടക്കുന്നു എന്ന് അവൻ അറിഞ്ഞു എന്നാ പറയുന്നത്. And Jesus realized he's been there for a long time. നിന്റെ ഭാരങ്ങൾ തൊട്ടടുത്തിരിക്കുന്നവർക്ക് അറിയത്തില്ലായിരിക്കാം. And your worry is the person who is sitting next to you may not നീ understand. ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയം തൊട്ടടുത്തിരിക്കുന്നവർക്ക് The അറിയത്തില്ലായിരിക്കാം. situations you are dealing, the person sitting next to you may not understand. കാലം പറയട്ടെ ഭാരപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് ആർക്കും അറിയത്തില്ലെങ്കിലും അറിയാവുന്ന ഒരു കർത്താവ് നിന്റെ അടുക്കലേക്ക് But let me വരികയാണ്. tell you, you do not need to be burdened. And who knows or who does not know, but there's a God who knows and he's going to come near you. അവനൊരു പ്രതിവിധിയുമായിട്ടാണ് കടന്നു വരുന്നത്. And he's coming with a solution. അവനൊരു പരിഹാരവുമായിട്ടാണ് കടന്നു Oh, വരുന്നത്. he's coming with a resolve. നിന്റെ വിഷയത്തിന് വിടുതലുമായിട്ടാണ് കടന്നു വരുന്നത്. Oh, he's coming with a deliverance for your solution. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് And കർത്താവിനെ all those who സ്തോത്രം believe, ചെയ്യട്ടെ. may clap their hands and praise God. ഇന്ന് പകൽക്കാലം ആഗ്രഹമുണ്ടെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ ദൈവപ്രവൃത്തിയിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കരങ്ങളെ അടിച്ച് അവനെ സ്വീകരിക്കുക. അവൻ നിന്റെ അടുക്കലേക്ക് വരുന്നത് നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്തുവാനാണ്. Oh, if you have that faith and if you have the desire to have a resolve in your matter, come near him. ആരും ചോദിക്കാത്ത ഒരു ചോദ്യമാണ് യേശു കർത്താവ് അവനോട് ചോദിച്ചത്. Oh, the question which no one asked him, Jesus asked him. 38 വർഷമായി കിടക്കുന്നവരോട് ചോദിക്കുവാണ് സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? Oh, do you have a desire to get healed? This is the question which Jesus asked that man who was near the pool. സൗഖ്യമാണ് അവന്റെ വിഷയം. Oh, the whole thing which one matters to that man is 38 deliverance. വർഷമായി അവനോട് കിടക്കുന്നത് വേറൊരു കാര്യത്തിലല്ല സൗഖ്യം പ്രാപിക്കാനാണ്. Oh, he's there for 38 years just to see a deliverance. ഇന്ന് പകൽക്കാലം നിന്റെ അടുക്കലേക്ക് വന്ന് നിന്റെ കണ്ട് നിന്റെ അടുക്കലേക്ക് വന്നവൻ നിന്റെ ഭാരം അറിയാവുന്നവന് അവൻ നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്താനാണ് കടന്നു No വന്നിരിക്കുന്നത്. one who knows you, who knows the situation, he has come near you with a deliverance, with a resolve for your matter. അതേ വിഷയത്തിൽ സംസാരിക്കുക. സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? And Jesus says these words, do you have a heart to get healed? അവൻ പറയാണ് എനിക്കാരുമില്ല. Oh, he says I don't have anyone. എന്നെ ആ കുളക്കടവിനകത്തേക്ക് എടുത്തിറക്കാൻ ആരുമില്ല. Oh, he says no one is there to take me to the pool. ആ ദൂതൻ വന്ന് വെള്ളം കലക്കുമ്പോൾ എടുത്തു ചാടി ഫസ്റ്റ് ആദ്യമായിട്ട് എടുത്തിറക്കാൻ എനിക്കാരുമില്ല. When the angel comes at that time, no one is there to put me in the pool. എനിക്ക് സ്വയമായി ഒരു വിടുതൽ എടുക്കാനുള്ള കഴിവുമില്ല. Oh, I
don't have a way I can go near when the pool is stirred. ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ ദൂത് പറയാൻ Oh, പോകും. you have to pay attention. There's a counsel of God from here. 38 വർഷമായിട്ട് അവൻ പ്രതീക്ഷിക്കുന്നത് ദൂതൻ ഏതെങ്കിലും ഒരു സമയത്ത് ഇറങ്ങുമെന്ന്. Oh, for the last 38 years, he has been thinking angel will come down at one point. ദൂതൻ ഇറങ്ങിയിട്ട് ആ കുളം വെള്ളം കലക്കുമെന്നാണ്. An angel will come down and stir the pool. ആ സമയത്ത് ആദ്യം എടുത്ത് ചാടുന്നവന് അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തെറിയുന്നവൻ ആദ്യമായിട്ട് വീഴുന്നവന് സൗഖ്യം പ്രാപിക്കും. And he knows, like the first who jumps into the pool, once it's stirred, they'll be healed. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് എനിക്ക് ആദ്യമായിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. And that's why he's saying, I'm not able to enter into the pool at the first. ആദ്യം എടുത്തെറിയാൻ എനിക്ക് ആരുമില്ല. No one is there to throw me into the pool as the pool is stirred. 38 വർഷമായിട്ട് കണ്ടുവരുന്ന ഒരു പരിചയം അതാണ്, ദൂതൻ ഇറങ്ങണം, കുളം കലക്കണം, ആദ്യം ഇറങ്ങണമെന്ന്. And this leper for the last 38 years, this is what he has been saying. The angel comes to stir the pool. He has to be there first, but he's not able to. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയാണ്, നീ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ ചിന്തിക്കാത്ത ഒരു ദൈവ പദ്ധതി ദൈവത്തിന്റെ കയ്യിലുണ്ട്. Oh, but the Holy Spirit is saying today, if you have been thinking in that pattern, but there is a way, there is a deliverance which is coming your way. നീ ചിന്തിക്കാത്ത വേറൊരു വഴി ദൈവത്തിന്റെ കയ്യിലുണ്ട് നിന്റെ വിടുതലിന് വേണ്ടി. Oh, there is a way of deliverance which you never thought about. നീ വിചാരിക്കുന്ന ഇന്ന വഴിയിലൂടെയാ വിടുതൽ വരുന്നത്. Oh, you think deliverance അടുക്കൽ വന്നവന് വേറൊരു പദ്ധതിയുണ്ട്. Oh, you think deliverance will come only in this way, but there is a separate way which God has planned for you. പാരമ്പര്യം മാറ്റിവെക്ക്. ഇന്ന് പകൽക്കാലം നിന്റെ അടുക്കലേക്ക് നിന്നെ കണ്ട നിന്റെ വഴികൾ അറിഞ്ഞു വരുന്നവന് ഒരു പദ്ധതിയുണ്ട്. Oh, set aside the way of thinking, set aside the heritages which you have. There's a separate way which God has planned for you. നീ ചിന്തിക്കാത്ത വഴികൾ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കയ്യിലുണ്ട്. Oh, the ways which you have never thought about, God has in his hand. നീ ചിന്തിക്കാത്ത വഴികൾ ദൈവത്തിന്റെ കയ്യിൽ നിനക്ക് വേണ്ടി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് The കൈമാറി. ways which you never thought about, God has in his hands for you. Holy Spirit is saying. 38 വർഷമായിട്ട് ദൂതൻ ഇറങ്ങുന്നത് കണ്ടു പരിചയപ്പെട്ടു. Oh, this man who has seen the angel coming down for 38 years. 38 വർഷമായി വെള്ളം കലക്കുന്നത് കാത്തു കിടന്നവന്. Oh, he has been waiting for the pool to be stirred by angel. ഇല്ല, ആ വഴിയല്ല ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി Oh, വെച്ചിരിക്കുന്നത്. that is not the way which God has planned for you. വേറൊരു പദ്ധതി ദൈവത്തിന്റെ കയ്യിലുണ്ട്. Oh, there's a separate plan altogether for you. അത് ദൈവത്തിന്റെ ശബ്ദമാണ്. Oh, this is the word of God. This is the counsel of God. അടുത്ത വാക്ക് ദൈവം പറയാണ്, എഴുന്നേൽക്ക്. Oh, the next word Jesus says, you stand up. എഴുന്നേൽക്ക്. Oh, stand up. അയ്യോ, ഈ ഒരു പദ്ധതി അവൻ ഇതുവരെ കേട്ടിട്ടില്ല. Oh, he never had heard about this plan before. ഈ ഒരു വഴി അവൻ ഇതുവരെ കേട്ടിട്ടില്ല, Oh, കണ്ടിട്ടില്ല. this way he has never seen or he has never heard of this. എന്നാൽ നിന്റെ അടുക്കൽ വന്നവന്, Oh, but the one who came near you, കണ്ട് നിന്റെ അവസ്ഥ അറിഞ്ഞവന്, the one who understood your situation, എന്നോട് ഇങ്ങനെ സംസാരിച്ചവൻ, എന്റെ വിടുതലിനെ കുറിച്ച് സംസാരിച്ചവന്, or the one who spoke to you about the deliverance. അവന്റെ വാക്കിനകത്ത് ഏതോ ഒരു പദ്ധതി ഒളിഞ്ഞിരിക്കുന്നു. Oh, in his word there is some plan which you can understand. അതിനനുസരിച്ച് നീ ചലിക്കാൻ തയ്യാറായ, If you are ready to move according to that plan, ദൂതൻ ഇറങ്ങേണ്ട കാര്യമില്ല. oh, the angels does not need to come down. ഇറങ്ങേണ്ട കാര്യമില്ല. There no need to for the pool to be stirred. കാര്യമില്ല. Oh, you don't need to be worried. പകൽക്കാലം അനുസരിക്കുന്നവൻ പുറത്തേക്ക് പോകും. Oh, those who are obedient to his word, they are going to move out of the pool. അനുസരിക്കുന്നവൻ അത്ഭുതമായി മാറാൻ പോകും. Oh, those who believe, those who are obedient, they are going to see wonders. സന്തോഷമുണ്ട്. How many of you are glad today? ഇതാണ്ട് എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടിയൊക്കെ എഴുന്നേൽച്ചു. And the moment Jesus spoke to that man, stand up, this man, he stood up. കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ ചാടി ഇറങ്ങി നടന്നു. Oh, Jesus told him to take your bed and walk. He just took it and started walking. ദൂതൻ ഇറങ്ങാൻ കാത്തു നിൽക്കണം. Oh, you don't need to wait for the angel to come down. നിങ്ങളെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് ദൂത് പറയും, Holy Spirit is looking at some lives and saying, നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി നീ കാത്തിരിക്കുന്ന ചില വഴികൾക്കപ്പുറമായി ദൈവം ചില പദ്ധതികൾ ഒരുക്കി. oh, you are waiting for some ways in which you will see deliverance, but God has prepared something else. പകൽക്കാലം ആ പഴയ വഴികൾ നോക്കിയിരിക്കാതെ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ആ വഴികൾ നോക്കിയിരിക്കാതെ ദൈവമേ നീ സംസാരിക്കാൻ കാത്തിരിക്കുക. Oh, you should stop looking at or thinking how your deliverance will come. You just look at God and say, God, speak to me. നിന്റെ ശബ്ദത്തിനനുസരിച്ച് ഞാൻ ചലിക്കാൻ തയ്യാറാണെന്ന് കാത്തിരിക്കുക. Oh, you have to take the decisions and say, God, I'm going ready to move according to your word. പറയും നിന്റെ ശബ്ദത്തിനനുസരിച്ച് ഞാൻ ചലിക്കാൻ And തയ്യാറാണ്. how many of you are going to take this decision? God, I'm going to take a move as you say. അങ്ങനെയാണെങ്കിൽ അത്ഭുതങ്ങളോട് ദൈവം നടത്താൻ പോകും. Oh, if that is the truth, if that you're going to do that, that God is going to lead you with wonders. പെട്ടെന്ന് ഒരു വചനത്തിൽ കിടക്കാനാകില്ല. Let's quickly turn attention to one portion. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം Book of Jeremiah, 18 അധ്യായം 6 വാക്യം. Jeremiah chapter 18 verse 6. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. He said, can I not do with you, Israel, as this potter does, declares the Lord, like clay in the hand of the potter, so you are in my hand. ഞാൻ അതിന്റെ പശ്ചാത്തലങ്ങൾ ഒന്നും പറയാൻ സമയമില്ല. I'm not here to say about the background or anything in detail about the background. ആത്മാവ് പറഞ്ഞ ദൂത് മാത്രം I കൈമാറാൻ. just like to deliver the counsel of God. യിരെമ്യാവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഒരു ബാലനായിരിക്കുമ്പോൾ പ്രവാചകനായി ദൈവം തെരഞ്ഞെടുത്തു. And we all know about Jeremiah, as he was like in his young age, God chose him to be a prophet. അമ്മയുടെ ഉദരത്തിൽ
ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ദൈവം കണ്ട് തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് പ്രവാചകനാക്കി മാറ്റി Even before he- ഒരു ബാലനായ പ്രവാചകൻ. When he was just in his mother's womb, God chose him and declared him as a prophet to many nations. 40 വർഷം യഹൂദയോട് പ്രവചിച്ച പ്രവാചകൻ. And he's prophesied to Judah for 40 years. അനുസരിച്ചാൽ അനുഗ്രഹമാണെന്നും ദൈവത്തെ നിരസിച്ചാൽ ന്യായവിധിയാണെന്നും പ്രവചിച്ച പ്രവാചകൻ. And this prophet preached to the people, if you believe, if you obey, there's a blessing. If you don't believe, judgment is going to come. മടങ്ങി വരുന്ന ദൈവജനത്തെ നോക്കിക്കൊണ്ട് ഇവിടെ പ്രവചിക്കുകയാണ്. And he's looking at the people who are turning back and prophesying. ആ പ്രവചന ശബ്ദത്തിലേക്ക് കടന്നു വരുന്ന വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. And this is the prophetic word to those who are turning back. And this is what we read from Jeremiah chapter 18. ആ 18-ാം അധ്യായത്തെക്കുറിച്ച് ഞാൻ ഒരു 2-3 ടൈറ്റിൽ കൊടുത്താൽ ഇങ്ങനെയായിരിക്കും. And if I give you titles to that chapter 18, it will be like this. തകർന്നതിനെ പണിയുന്ന ഒരു O ദൈവം. God, who rebuilds the broken. പരിഹസിക്കപ്പെട്ടവനെ പരിഗണിക്കുന്ന ഒരു ദൈവം. O God, who acknowledges those who are mocked. കളിമണ്ണിനെ അത്ഭുതമാക്കുന്ന ഒരു ദൈവം. And the God who makes miracles out of this ഇന്ന് potter's clay. ആരെങ്കിലും ഹൃദയ തകർച്ചയോടെ ആയിരിക്കുമെങ്കിൽ നിന്നെ ഈ വചനം നിന്നെ പണിയാൻ പോകും. Oh, if anyone is here with a broken heart, this word is going to build you. ആരാലും പരിഹസിക്കപ്പെട്ട് നീ പിന്മാറി നിൽക്കുകയാണെങ്കിൽ നിന്നെ പരിഗണിക്കുന്ന ഒരു ദൈവത്തെ. And if you have been mocked or made fun by anyone, this God is going to take note of you. ആർക്കും വേണ്ടാത്ത കളിമണ്ണിനെ ഒരു അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തെക്കുറിച്ച്. And this potter's clay which no one needs, God is going to turn something, make something beautiful out of it. ഇനി വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. Now you have to pay attention and listen. യഹോവയായ ദൈവം യിരെമ്യാവിനോട് സംസാരിക്കുകയാണ്. And this Lord Yahweh is speaking to Jeremiah. യിരെമ്യാവിനോട് പറയാ, നീ ഇവിടുന്ന് എഴുന്നേൽക്കണം. And Jeremiah, you have to stand up from here. നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലണം. Now you have to go to the potter's home. അവിടെ വെച്ച് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്നെ കേൾപ്പിക്കും. And there I'm going to teach you or make you hear my words. ഈ സംസാരിക്കുന്ന ദൈവത്തെക്കുറിച്ചായി പറയുന്നേ. And he's talking about a God who speaks. ദൈവം ഇതിലെ എന്നോട് നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവത്തിന്റെ മുൻപിൽ നീ ആയിരിക്കും. And you and me are in front of a God who speaks to us, who talks to us. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എന്തോ വല്ല പ്രയാസത്തോടെ ഇരിക്കുക. And- ഞാൻ ആവശ്യത്തോടെ നിൽക്കുക, കാരണം എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. And you have to understand this God speaks to you and you have to have that desire. ഏത് സമയത്തും എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം. And this God talks to us at any time. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ശക്തിയില്ലാതിരിക്കുന്ന ഒരു അവസരം ഉണ്ടായി. And there's a time when man is helpless or he's weak. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അദ്ദേഹത്തെ ദൈവം വിളിച്ചിറക്കുമ്പോൾ പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരും. And in Genesis chapter 12 we see God is calling that man out and say, I'm going to give you a children. ആ സമയത്ത് 25 വയസ്സ് അദ്ദേഹത്തിനുണ്ട്. And this man was 75 years of old at the time. സന്തോഷമായിട്ടാണ് ഒരു തലമുറയില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇറങ്ങുന്നു പറയാ, നീ എന്റെ പുറകെ വാ, ഞാൻ നിനക്ക് സന്തതിയെ തരും. And he was very glad when he heard that promise because he was 75 and God told him, I'm going to give you a child. അദ്ദേഹം ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങി. And this man started walking with God. ഓരോ പ്രാവശ്യം ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരും. And every time God was telling him, I'm going to give you children. ദൈവശബ്ദം അദ്ദേഹത്തിന് ആവേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. And this word was becoming, he was getting thrilled by that word every time he heard. ദൈവത്തെ അനുസരിച്ച് കൂടെ നടക്കുകയാണ്. And he is listening and he is obedient and walking with God. ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. And as they both are moving forward, അയ്യോ 24 വർഷങ്ങൾ കഴിഞ്ഞു. oh, it's been 24 years now. ഇതുവരെയും തലമുറ ഉണ്ടായില്ല. Until now, no children. ഇപ്പൊ 99 വയസ്സായി. And it's now 99 years for this ആ man. സമയത്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തമ്മിൽ നോക്കാൻ തുടങ്ങി. And at that time, husband and wife, they started looking at each other. സാറയെ നോക്കിയപ്പോൾ അവിടെ നിർജീവത്വം കണ്ടെന്നാ പറയുന്നത്. And Abraham looked at Sarah. He understood she has passed the age of childgiving. മനസ്സിലായി, അയ്യോ എന്റെ ഭാര്യയിൽ നിന്ന് നീ ഒരു പുത്രനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തില്ല, ഒരു തലമുറ ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തില്ല, കാരണം അവിടെ ശരീരം നിർജീവമായി. And Abraham understood now there is no hope. She has passed the age of childbearing. I can't expect a child from her. തന്റെ ശരീരത്തേക്ക് നോക്കി, ഇതാ 100 വയസ്സോട് അടുക്കുന്നു, ഇനി ഒരു പുത്രോൽപാദനത്തിന്റെ ശക്തി എന്റെ മേലില്ല. And Abraham is looking at his own body. He understood he is very weak and old and there is no hope. ഒരു സംശയം അദ്ദേഹത്തിനുണ്ടായി. Oh, there was a doubt which creeped in his heart. ദൈവം പറഞ്ഞു നടക്കുമോ എന്നൊരു ചിന്തയുണ്ടായി. Oh, he just started thinking. He started doubting the very God who gave him the promise. നിരാശപ്പെട്ടിരിക്കാൻ തുടങ്ങി. And he was in a very desperate situation. അധ്യായത്തിൽ നമ്മൾ കാണാൻ തുടങ്ങുന്നത് നിരാശപ്പെട്ടിരിക്കുമ്പോൾ തന്റെയും തന്റെ ഭാര്യയുടെ നിർജീവത്വവും ശക്തിയില്ലായ്മയും കണ്ട് തിരിച്ചറിഞ്ഞ് തലതാഴ്ത്തിയിരിക്കുമ്പോൾ പെട്ടെന്ന് യഹോവയായ ദൈവം പ്രത്യക്ഷനായി. Oh, we see in Genesis chapter 17 when he was full of doubt and he was weak and he saw no hope, God appeared to him. എന്നെ കേൾക്കുന്ന ദൈവത്തിന് വലിയ നിന്റെ നിരാശയിൽ നിന്നെ ബലപ്പെടുത്താൻ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ്. Oh, you have to understand, children of God, this God comes in your weak situation to strengthen you up. നിന്നോട് സംസാരിക്കാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. Oh, this God comes down to talk to you, have a conversation. ദൈവം ഇറങ്ങി വന്നിട്ട് അബ്രഹാമിനോട് പറയുകയാണ്. And God comes down and tells Abraham. അബ്രഹാമേ നീ ചിന്തിക്കുന്നതെല്ലാം കറക്റ്റ് ആണ്. And Abraham, whatever you are thinking is absolutely correct. എല്ലാം കറക്റ്റ് ആണ്. Whatever you saw is right. നിനക്ക് ശക്തിയില്ലെന്നുള്ളത് കറക്റ്റ് ആണ്. Oh, it's right, you don't have power. ഭാര്യയ്ക്ക് ശക്തിയില്ലെന്നുള്ളത് കറക്റ്റ് ആണ്. You know your wife does not have power, it's all correct. എന്നാൽ എന്നെ നീ ഒന്ന് നോക്ക്. But you have to look at me. വാഗ്ദത്തം പറഞ്ഞ ഞാൻ സർവ്വശക്തിയുള്ള Oh, but you have to look at me who gave you the promise. I am all mighty, I am all powerful. ദൈവത്തോട് പറയട്ടെ, നിന്റെ വിഷയത്തിന് വിടുതലെടുക്കാൻ നിനക്ക് ശക്തിയില്ലെങ്കിലും ഭാരപ്പെടണ്ട. നിന്നോട് പറഞ്ഞ ദൈവം സർവ്വശക്തനായ ദൈവം. Oh, when you look at your
your situation, you may be powerless, you may be helpless, but you have to look at God. വിശുദ്ധയും കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ All those who believe may clap and praise God. നിവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് എന്റെ ദൈവം. Oh, if God has given me something, He is able to fulfill it. He is Almighty God. സാധ്യമാക്കാൻ കഴിവുള്ള ദൈവം. Oh, this God turns impossibility into possibilities. യേശുവിന് പരിഹാരം തരാൻ കഴിവുള്ള ദൈവമാണ്. Oh, His God is able to bring a resolution to anything. നിന്റെ ബലഹീനത നീ നോക്കണ്ട. Oh, you should not look at your weakness. ശക്തിയില്ലായ്മ നീ നോക്കണ്ട. You should not look at your situation. സർവ്വശക്തിയുള്ള ദൈവത്തെ നോക്ക്. Oh, you have to look at God the Almighty. ദൈവദാസനെ റിക്കബാറ ശന്തനാദന. ദാവീദ് ഗോലിയാത്തിനെ കണ്ടില്ല. And David did not saw Goliath. ദൈവം പറയുന്നു ദാവീദ് ഗോലിയാത്തിന്റെ നീളവും വീതിയും അവന്റെ വലിപ്പവും അളന്നില്ല. And David did not go to measure the height and everything of Goliath. ബാക്കി എല്ലാവരും ഗോലിയാത്തിന്റെ നീളവും വലിപ്പവും വീതിയും ഒക്കെ അളന്നുകൊണ്ടിരിക്കുകയാണ്. Oh, all those in that place of war, they were all looking at Goliath and trying to see how tall he is. ദാവീദ് ഗോലിയാത്തിനെ കാണുന്നില്ല. And David is not even bothered at looking at Goliath. എന്റെ യഹോവയെ എന്റെ ദൈവത്തെ മുൻപിൽ വെച്ചിരിക്കുന്നു. Oh, because David says, I've kept the Lord always in front of me. എന്റെ മുമ്പിൽ ഗോലിയാത്തല്ല, എന്റെ മുമ്പിൽ എന്റെ ദൈവമാണ്. Oh, it's always Lord who is in front of me, not Goliath. നിങ്ങൾക്കെല്ലാം പരിശുദ്ധം പറഞ്ഞ പ്രശ്നത്തെ മുമ്പിൽ വെക്കാതെ ദൈവത്തെ മുൻപിൽ വെക്കുക. Oh, the Spirit of God is saying, don't look at the problem, but keep the Lord always in front of you. വിഷയത്തെ മുൻപിൽ വെക്കാതെ ദൈവത്തെ മുൻപിൽ വെക്കുക. Oh, don't put the matters in front of you, but keep the Lord always in front of you. മുൻപിലുണ്ടെങ്കിൽ ഗോലിയാത്ത് വിഷയമല്ല. Oh, if Lord is in front of you, Goliath doesn't matter. മുൻപിലുണ്ടെങ്കിൽ സിംഹം വിഷയമല്ല. Oh, if God is in front of you, the lion doesn't matter. വിഷയമുണ്ടെങ്കിൽ ദൈവം മുൻപിലാണെങ്കിൽ കരടി വിഷയമല്ല. Oh, if the Lord is in front of you, the bear doesn't matter. വിഷയം ദൈവം മുൻപിലുണ്ടെങ്കിൽ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന്റെ കുന്തം വിഷയമല്ല. Oh, if Lord is in front of you, even the spear of the Saul whose anointing is lost, it doesn't matter. യുദ്ധം നിന്റേതല്ല, എന്റെ പുറകിൽ നിൽക്കുന്നു. Oh, because Lord says the battle is not yours, but the battle belongs to me. ദൈവത്തെ മുൻപിൽ നിർത്തിയാൽ നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. Oh, if you keep Lord in front of you, Lord is going to fight for you. ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യും. All those who are glad may praise God. ദൈവം സംസാരിക്കുന്ന ദൈവം. Our God is a God who talks to us. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് And in Revelation chapter 3, ഫിലദൽഫിയ സഭയോട് ദൈവാത്മാ പറയുകയാണ്. and the church in Philadelphia, the Lord Jesus saying, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. oh, you have very less strength. എനിക്കറിയാം നിനക്ക് നിന്റെ മുമ്പിൽ അടഞ്ഞിടുന്ന വാതിൽ തുറക്കാൻ പറ്റില്ല. And you can't open the doors which are closed in front of you. You don't have enough power. ശക്തിയില്ലെന്ന് എനിക്കറിയാം. I know you don't have power. ശ്രദ്ധിക്കണമേ, ദൈവവിളിയിൽ നമ്മുടെ ശക്തിയില്ലായ്മ അറിയാവുന്ന ഒരു ദൈവം. And there is a God who knows our hopelessness, weak point. ചിന്തിച്ച് കാത്തിരിക്കുന്ന ദൈവവിളിയോട് പറയുകയാണ്. And to the children of God who are thinking how they are going to take a step forward, the Spirit of God says, നിന്റെ ശക്തി കൊണ്ട് ഈ വാതിൽ തുറക്കാൻ കഴിയും. and with your own power, with your own strength, you can't open this door. നിന്റെ ശക്തി കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയില്ല. With your own strength, you can take a step forward. എന്നാൽ നീ എന്റെ വചനം മുറുകെ പിടിച്ചിരിക്കുന്നു. But since you have held on to my word, ഞാൻ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി വാതിൽ oh, I'm going to come down and open this door for you. അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ തുറക്കും. Oh, there's a door will be open, no one can close. വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ടി എന്റെ ദൈവം മുൻപിൽ Oh, how many of you believe that God is going to do that for me? എനിക്ക് വേണ്ടി എന്റെ ദൈവം വാതിൽ മുൻപിൽ വഴിയൊരുക്കാൻ പോകുകയാണ്. Oh, how many of you believe God is going to open a door for me? ദൈവം എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കാൻ പോകുകയാണ്. And for your children, God is going to open ways. അടഞ്ഞിടക്കുന്ന വാതിൽ ദൈവം തുറക്കാൻ Some closed doors, God is going to open. നിന്നെ മുൻപോട്ട് കരം പിടിച്ച് നടത്താൻ പോകുകയാണ്. Oh, God is going to lead you by holding your hand. നിന്റെ ശക്തിയില്ലാത്ത ആൾക്ക് ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ Oh, in your weak times, God is going to come down and do great things for you. പോകുകയാണ്. All those who believe may praise God at this time. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, Oh, there's a God who works for you. സംസാരിക്കുന്ന ദൈവമാണ്. Oh, there's a God who talks to you. നിന്നെ പണിയുന്ന ദൈവമാണ്. Oh, God who builds you in your time. അത്ഭുതമാക്കുന്ന ദൈവമാണ്. Oh, God who turns you into a wonder. രക്ഷിക്കപ്പെട്ട നിന്നെ പരിഗണിക്കുന്ന ദൈവമാണ്. Oh, there's a God who acknowledges you. You have been mocked. സന്തോഷമുള്ളവർ കരങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. All those who are glad may praise God. സംസാരിക്കുന്ന ഒരു ദൈവം. So we see a God who talks to you. ഹല്ലേലൂയ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ നിന്നോട് സംസാരിക്കുകയാണ്. ആരുമില്ലാതിരിക്കുമ്പോൾ ഞാൻ നിന്നെ ഏകനായി വിടുകയില്ല. And we see God tells, when you're all alone, I'm not going to leave you. I'll be with you. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെയുണ്ട്. Oh, I'll be with you till the ends of the earth. നീ ഒറ്റയ്ക്കാകില്ല. Oh, you won't be alone. എല്ലാവർക്കും സന്തോഷമുണ്ട്. How many of you are glad today? അയ്യോ, എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈ അടിക്കല്ലേ. Oh, you should not beat your chest saying, no one is there for me. കർത്താവ് പറയാ, ഞാൻ എല്ലാ ദിവസവും നിന്റെ കൂടെയുണ്ട്. Oh, Lord says, every day I'm with you. ഇവിടെ സംസാരിക്കുന്ന ഒരു ദൈവം. Oh, there we see a God who speaks to you. അവനോട് പറയാ, To Jeremiah, the Lord is saying, ഇവിടുന്ന് എഴുന്നേൽക്ക്. you have to stand up, അവന്റെ വീട്ടിലേക്ക് and you have to go to the potter's house. അവിടെ വെച്ച് ഞാൻ എന്റെ വചനങ്ങളെ കേൾക്കും. And there I'm going to give you my message. ദൈവം പറയുന്നിടത്ത് പോയാൽ ദൈവശബ്ദം കേൾക്കും. Oh, if you're ready to go to the place where God tells you, you'll hear his message. എവിടെ കൊട്ടാരത്തിലായാലും കുടിലായാലും നീ പോ, അവിടെ വെച്ച് ദൈവശബ്ദം നിന്നെ കേൾക്കും. Oh, even if it's a palace or a tent, if God tells you, you have to go, and God is going to give you his message. അവന്റെ വീട്ടിലേക്ക് പോകാനാണ്. And today it was told to Jeremiah to go to the potter's home. അങ്ങനെ ആളുകൾ സന്തോഷത്തോടെ പോകുന്ന ഒരു ഇടമല്ല അത്. And that is not a place where people go with a lot of joy. ആളുകൾ അവിടെ സന്ദർശിക്കാറില്ല. And people don't give visitations to potter's home. പോയാൽ
സന്തോഷകരമായ അനുഭവങ്ങളൊന്നും അവിടെ ഇല്ല. Because there won't be any joyous things to see in the potter's house. പോയാൽ ഒരു കുശവന്റെ ഒരു ആല കാണാം. And you will be able to see a tool or instrument on which the potter uses. ഒരു പണിശാല കാണാം. And you will be able to see an instrument there. അവിടെ ഒരു ചക്രം കാണാം. And then you will be able to see a wheelbarrow which runs. ചക്രത്തിന് മേൽ ഇരുന്ന് പണിയുന്ന ഒരു കുശവനെ കാണാം. And you will be able to see a potter who is working on this instrument and using the clay. കളിമണ്ണ് കാണാം. You will be able to see the clay in his hand. ശ്രദ്ധിക്കണമേ, കുശവൻ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And we see potter is building something out of the clay. ഞാൻ പറഞ്ഞ അവസാനം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. And if you have to pay attention to this message. കുശവൻ കളിമണ്ണ് വെച്ച് എന്തോ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. And we see potter is using you're trying to build something out of the clay. അനുസരണയുള്ള യിരെമ്യാവ് അങ്ങോട്ട് പോകുകയാണ്. And we see this obedient Jeremiah is going to the potter's home. അപ്പോൾ പ്രവാചകനാണ്. And Jeremiah is a prophet at the time. പക്ഷേ കുശവൻ അത് ശ്രദ്ധിക്കുന്നില്ല. And the potter is not paying attention. നീ ആരാണെന്നുള്ളതൊന്നും ദൈവത്തിന് വിഷയമല്ല. And whoever you are, it doesn't matter to God. അനുസരിക്കുന്നവരോട് ദൈവം സംസാരിക്കുക. And to those who are obedient, God will speak. യിരെമ്യാവ് അവിടെ ചെന്നപ്പോൾ കുശവൻ ചക്രത്തിന്മേൽ ഇരുന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. And we see as Jeremiah went, the potter was sitting down and working on his barrow. അവന്റെ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോകുന്നില്ല. The attention of the potter is nowhere else to be seen. കുശവന്റെ കണ്ണും കയ്യും കളിമണ്ണിന്റെ മേലാണ്. And we see the potter's hand and his eyes, everything is on that clay. കുശവൻ പറഞ്ഞു, ആ കളിമണ്ണ് ഞാനും നിങ്ങളുമാണ്. And that clay, you and me, the word of God tells us. കുശവന്റെ കയ്യിൽ കളിമണ്ണ് ഇരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് ദൈവം പറയുക. And just as the clay is in the hand of the potter, we are also in the hand of Lord. ഞാനും നിങ്ങളും കുശവന്റെ കയ്യിൽ ഇരിക്കുകയാണ്. And you and me are just like clay in the hand of the potter. അവന്റെ കണ്ണ് നമ്മുടെ മേലാണ്. And his eyes are on us. അവന്റെ കരം ചലിക്കുന്നത് നമുക്ക് Oh, വേണ്ടിയാണ്. his hand is working for us. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഇരിക്കുന്ന ദൈവത്തിന്റെ കരം. Oh, the Spirit of God is saying, you are in the hand of God. കുടുംബം ഇരിക്കുന്ന ദൈവത്തിന്റെ കരം. Oh, your family is in the hand of God. അവൻ ചുമ്മാതെ വെച്ചിരിക്കല്ല, അവൻ നിന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. Oh, he's not just kept you as a clay, but he's working on your behalf. കരം നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നു. Oh, his hand is working for you. നിന്റെ തലമുറയ്ക്ക് വേണ്ടി അവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു. Oh, his hand is working on behalf of your children. കുടുംബത്തിന് വേണ്ടി ആ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. Oh, it's working for your family. എത്ര പേർക്ക് പറയാൻ കഴിയും? How many of you will be able to say, this potter's hand is working for me? എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. Oh, for me and my household, God is working. അവന്റെ കുടുംബം അവന്റെ കരത്തിലാണ്. And me and my family, we are in the hand of the potter. ശ്രദ്ധിക്കണമേ, ഈ കളിമണ്ണാണ് അവന്റെ കയ്യിലിരിക്കുന്നത്. And you have to understand, it's the clay which is in the hand of the potter. ഇത് ബുദ്ധിയുള്ളവരാരും തെരഞ്ഞെടുക്കുന്ന ഒരു രംഗമല്ലത്. And this is not a scene which someone who has some intelligence will choose. ബുദ്ധിയുള്ളവർ ഏറ്റവും നല്ലതിനെയാണ് തെരഞ്ഞെടുക്കുന്നത്. And the ones who have intelligence, they will choose the best of best. എല്ലാ യോഗ്യതയുള്ളതിനെയാണ് And തെരഞ്ഞെടുക്കുന്നത്. they will choose the perfect things. എന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. And the way God chooses, it's different. അവൻ ആർക്കും വേണ്ടാത്തതിനെ തെരഞ്ഞെടുക്കും. And he takes or chooses the things which no one wants. And he chooses the one which is the worst. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ അതിനെ നല്ലതാക്കി മാറ്റും. But one thing is there, he will form that into something beautiful or the best. ഏറ്റവും മോശമായതിനെ തെരഞ്ഞെടുത്ത് ഏറ്റവും നല്ലതാക്കി മാറ്റും. And he will choose the worst of the things and he will turn into the best. എന്നെ അങ്ങനെ തെരഞ്ഞെടുത്തു. And God chose me like that. ആർക്കും വേണ്ടാതെ കിടന്നതാണ്. And I was like not needed by anyone. അവൻ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്നും നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നത്. But just because he chose me, that's why I'm able to stand in front of you. യോഗ്യതയില്ലാത്തതിനെ ദൈവം തെരഞ്ഞെടുക്കുന്നത്. Oh, God chooses the one which are not worthy. ലോകം യോഗ്യതയുള്ളതിനെ തെരഞ്ഞെടുക്കും. The world chooses the one who have some ability or are worth something. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് യോഗ്യതയില്ലാത്തതിനെ. The way God chooses something which is not of any worth. പ്രത്യേകതയുണ്ട്. അവൻ യോഗ്യതയില്ലാത്തതിനെ തെരഞ്ഞെടുത്ത് യോഗ്യതയുള്ളതാക്കി മാറ്റുകയാണ്. Oh, but one thing which God does for sure is he takes the one which is not worthy and makes it something of worth. കാരണം ദൈവത്തിനെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. Because the moment God takes something which is of no worth, God has a plan and a dream for that. ഈ കളിമണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോൾ കുശവന്റെ ഹൃദയത്തിനകത്ത് ഒരു സ്വപ്നം അതിനെക്കുറിച്ച് വരും. Oh, when the potter chooses a clay, potter has some dreams or he has some desires. ഇതിനെക്കുറിച്ച് ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്. Oh, God has some plan with that. നിങ്ങൾക്ക് സന്തോഷമില്ല, എനിക്ക് And സന്തോഷമുണ്ട്. how many of you are not? മറ്റാർക്കും ഇല്ലാത്ത ഒരു സ്വപ്നം എന്നെക്കുറിച്ച് ദൈവത്തിന്. When God chose me, God had a dream which no man on this earth had for me. എന്നെക്കുറിച്ച് എന്തോ ഒരു ബ്ലൂ പ്രിന്റ് അവന്റെ ഹൃദയത്തിനകത്തുണ്ട്. Oh, for me, some blueprint God had in his mind. ഏതോ ഒരു പ്ലാൻ അവൻ എന്നെക്കുറിച്ചുണ്ട്. Oh, he had some plan for me in his heart. ഒന്ന് കുശവന് എന്നെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. And the first is the potter has a dream. പറഞ്ഞുകൊണ്ടില്ല, എന്നെക്കുറിച്ചും എന്റെ കുടുംബത്തെക്കുറിച്ചും ദൈവത്തിന് എന്തോ ഒരു Oh, for me and for my family, the potter has a plan. അതിനനുസരിച്ച് അവന്റെ കരം ചലിക്കാൻ തുടങ്ങി. And according to that, if his hand starts moving, അതിനനുസരിച്ച് കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണിൽ ആ ചക്രത്തിൽ നിന്ന് കറങ്ങുമ്പോൾ ആ കരം ചലിക്കാൻ തുടങ്ങി. oh, if his hand starts moving upon the clay which is on the barrow in that way, പ്ലാനിനനുസരിച്ച് ദൈവം ഞങ്ങളെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. oh, according to that plan, God is molding us and building us. എത്ര പേർക്ക് പറയാൻ കഴിയും? How many of- കുശവന്റെ കയ്യിലാണ് എന്നെ ദൈവം പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. And how many of you will? അവന്റെ പദ്ധതിക്കനുസരിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്.
പറഞ്ഞിരിക്കുകയാണ്. Oh, how many of you will be able to say that I am in the hand of the potter and he is building me according to his plan? അതാണ് യിരെമ്യാവ് 29 പറയുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള എന്റെ ചിന്തകൾ തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. Though that's what we read in Jeremiah chapter 29 verse 11, for I have plans for you and it is for your good, not bad. പകൽക്കാലം പറയാൻ പറ്റും, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണ്. And how many of you will be able to see the plans of God for me is big? അത് ലോകത്ത് മറ്റാർക്കും അറിയത്തില്ല. And no one in the world knows that plan. അതിനനുസരിച്ച് ദൈവം എന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And God is building me and preparing me, molding me. എന്നെ കുടുംബത്തെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And me and my family, God is molding. യോസേഫിന്റെ സ്വപ്നം കയ്യിലിരിക്കുന്ന കളിമണ്ണിന്റെ മേലാണ്. And the dream of potter is completely on the clay which is in his wheelbarrow. സ്വപ്ന നിവാരണത്തിലേക്കാണ്. And the work of the potter is towards the fulfillment of the dream which is in his heart. അവന്റെ വിരൽ ചലിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, കളിമണ്ണിന്റെ മേലാണ്. Oh, the fingers of the potter is moving to build that out, to break that dream into reality. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ ഈ കളിമണ്ണ് ഒരു അത്ഭുതമായി മാറും. And when the fulfillment of the dream is done, when the work is complete, you will be able to see a wonder. എത്രപേർക്ക് പറയാൻ കഴിയും, ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഞാനൊരു അത്ഭുതമായി മാറും. And how many of you will be able to see once the work of God is done, I'll come out in a very beautiful way. വെളിപ്പെടുമ്പോൾ എന്റെ കുടുംബം ഒരു അത്ഭുതമായി മാറും. Oh, when the work of God is done, my family will be turned into a wonderful thing. ദൈവത്തിന്റെ കയ്യിലാണ്. And I'm in the hand of God. എന്റെ കുടുംബം ദൈവത്തിന്റെ കയ്യിലാണ്. My family is in the hand of God. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ My children are in the hand of God. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. Oh, God is working on my behalf. 30 നിമിഷങ്ങൾ കഴിയുമ്പോൾ And after some time, ലോകം നോക്കുമ്പോൾ ഞാനൊരു അത്ഭുതമായി മാറും. oh, when the world will see, I'll become a wonder to them. ലോകം നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. And the world will see, they will be wondrous. നിന്നെ നോക്കി പറയും, ഇതെങ്ങനെ സംഭവിച്ചു? And they will look at you and say, how it happened. ഇപ്പോൾ മനോഹരമായ പാത്രമായിരിക്കുന്നു. Oh, now it's a very beautiful vessel. ഇത് മുൻപേ വെട്ടിയെടുത്തുകൊണ്ടുവന്ന കളിമണ്ണല്ലേ? Oh, is it the same clay which was taken out some time back? പകൽക്കാലം കളിമണ്ണിനെ അത്ഭുതമാക്കി മാറ്റുന്നത് ദൈവം. Oh, it's a God who turns the clay into a wonderful thing. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ അവസാനം Oh, the Spirit of God is saying this. നിരാശപ്പെടല്ലേ, You should not be dismayed. ഭയപ്പെടല്ലേ, You should not be fearful. ധൈര്യത്തോടെ ഇരിക്കുക, You should be full of courage. പ്രത്യാശയോടെ ഇരിക്കുക. You should be full of hope. നീ ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. Oh, you are in the hand of God. നീ ഒരു അത്ഭുതമാക്കി മാറ്റും. God is going to turn you into a wonder for many. പെട്ടെന്ന് നമ്മൾ കണ്ടു, And- കുശവന്റെ കയ്യിലിരിക്കുന്ന ആ നല്ല മനോഹരമായ രൂപം പെട്ടെന്ന് ഉടഞ്ഞുപോയി. And we see that this vessel, it quickly broke. എന്നാലും ഭാരപ്പെടണ്ട. And still you should not be worried. ഹല്ലേലൂയ. ലോകത്ത് വേറെ ആരാണെങ്കിലും ഉടഞ്ഞു പോയാൽ, കയ്യിലിരുന്ന് ഉടഞ്ഞു പോയാൽ എടുത്തു കൂടെ കളയും. And in this world, if anyone has something, if it breaks, they will throw it away. എന്നാൽ എന്റെ ദൈവം അവിടെയും കളയും. But my God will not throw it even in that situation. ഇച്ചിരിയുടെ സമയമെടുത്ത് പിന്നെയും പണിയും. And the potter will take, my Lord will take more time to rebuild you again. പണിഞ്ഞ് നിന്നെ ഒരു പാത്രമാക്കി മാറ്റും. Again, He is going to form you and going to build you up in a beautiful vessel. പറയാറുണ്ട്, നീ ഇരുന്ന് ഉടഞ്ഞതും ദൈവത്തിന്റെ കയ്യിലല്ലേ? And even though you broke in the hand of God itself. ദൈവത്തിന്റെ കയ്യിൽ ഇരുന്ന് ഉടഞ്ഞാലും വിഷയമല്ല. And it does not matter even if you are broken, but you are still in the hand of God. നിന്നെ വീണ്ടും പണിയും ദൈവം. There is a God who is going to rebuild you again. ഒരു നിമിഷം കണ്ണുകളെ അടച്ച്. Can we all close our eyes? ഒരു നിമിഷം കണ്ണുകളെ അടച്ച്. Can we all close our eyes? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വാഗുകൊണ്ട് പറയണം, വിശ്വസിക്കുന്നവൻ വാഗുകൊണ്ട് പറയണം. And those who believe, you have to speak by your mouth. ഞാൻ ദൈവത്തിന്റെ കയ്യിൽ. I am in the hand of God. ഞാൻ ദൈവത്തിന്റെ കയ്യിൽ. I am in the hand of God. കുടുംബം ദൈവത്തിന്റെ My കയ്യിൽ. family is in the hand of God. തലമുറയുടെ പേര് പറഞ്ഞ് പറ, അവൻ ദൈവത്തിന്റെ കയ്യിലാണ്. Oh, take your children's name and say, they are in the hand of God. ദൈവത്തിന്റെ കയ്യിൽ. Oh, they are in the hand of God. അയ്യോ, അവളെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Oh, God is still building them. സ്വല്പ നിമിഷങ്ങൾ കഴിയുമ്പോൾ അവൾ ഒരു അത്ഭുതമായി മാറും. Oh, after some time, they'll become a beautiful vessel. ദൈവത്തിന്റെ കരങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കും. Oh, the fingers of hand is moving on. പകൽക്കാലം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ചലിക്കുന്ന കരങ്ങളെ ഒന്ന് കാണ്. Oh, you have to look at the hands which are working on your behalf, for your family, for your children. ദൂരെ നിന്ന് അത് കണ്ടുകൊണ്ടിരിക്കും. Oh, Jeremiah is afar looking at that hand. ഓരോ അത്ഭുതങ്ങളും അവന്റെ കൺമുമ്പിൽ വെളിപ്പെടും. Oh, each and every wonder, he is able to see it in front of him. എന്നിട്ട് അവസാനം പറയുകയാണ്, ഇതുപോലെയാണ് ഞാൻ ഇസ്രായേലിനെ പരിപാലിക്കുന്നത്. Oh, in the end, we see God telling Jeremiah, this is how I take care of Israel. ഇപ്പോൾ അവർ ഉടഞ്ഞിരിക്കുകയാണെങ്കിലും ഭാരപ്പെടേണ്ട. Oh, currently they are misformed or not in shape, but don't worry. ഇപ്പോൾ ഞാൻ അവരെ ഒരു അത്ഭുതമാക്കി മാറ്റും. Oh, but after some time, I'm going to make them into something which the world will wonder. നിന്റെ തലമുറ ഇപ്പോൾ ഉടഞ്ഞിരിക്കുകയാണെങ്കിലും ഭാരപ്പെടേണ്ട. Oh, my dear father, if you're thinking your children's life is gone, it's right. Don't worry much. God is going to meet. കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവരെ ഒരു അത്ഭുതമാക്കി മാറ്റും. But after some time, God is going to bring them back and give the beautiful shape. ഇപ്പോൾ നിന്റെ കുടുംബം പരിഹസിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട. Oh, if your family is being mocked, don't worry. സ്വല്പ നിമിഷം കഴിയുമ്പോൾ ഞാൻ അതൊരു അത്ഭുതമാക്കി മാറ്റും. God is going to turn you into a wonder after some time. നമുക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്. How many of you need that prayer? കൈകൾ ഉയർത്തിയാൽ. Can you all raise your hand? പരിശുദ്ധ പിതാവേ, Oh, great Heavenly Father, ഇവിടത്തിലേക്ക് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. come before your presence, Lord Father. ഹല്ലേലൂയ, അത്ഭുതമാക്കി മാറ്റുന്ന ദൈവം. Oh God, who turns us into wonders. അതിനെ പണിയുന്ന ദൈവം. A God who builds us. അതിനെ വീണ്ടും ഉണർത്തുന്ന ദൈവം. A God who builds the broken. ആ ദൈവം കർത്താവേ എന്റെ ദൈവമാണ്. And you are my God. ആ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. And in the name of the Lord, I bless you. യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ Oh, അനുഗ്രഹിക്കുന്നു. in the name of Jesus, I bless you. യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. Oh, in the name of Jesus, you will be a blessing. കുടുംബം അനുഗ്രഹിക്കപ്പെടും. Your family will be a blessing. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. Your children will be a blessing. ഭാവി അനുഗ്രഹിക്കപ്പെടും.
Your future would be blessed. നന്മ നിങ്ങൾ അനുഭവിക്കും. Or you're going to see the blessings നിങ്ങൾ ഒരു അത്ഭുതമായി മാറും. and you'll be a wonder. അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. And it had happened. I praise God for that. യേശുക്രിസ്തുവിൻ നാമത്തിൽ In the name of Jesus, I pray. Amen.